കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്, ഒരു രോമോ വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. ഇത് യേശു ശിഷ്യന്മാരോട് ഉപദേശിക്കുന്ന സമയത്ത് തൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് അവിടെ പറയാണ് കള്ളസത്യം ചെയ്യരുത് എന്ന്. നമുക്കറിയാം, ഇന്ന് പലരും ചെറിയ ചെറിയ കാര്യങ്ങൾക്കും പെട്ടെന്ന് വായെടുത്ത് സത്യം ചെയ്യാറുണ്ട്. കള്ളസത്യമാണ് അത് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സത്യം എന്നൊരു കള്ളസത്യം ചെയ്താൽ ആളുകൾ വിശ്വസിക്കും എന്ന് വിചാരിക്കുന്നു അവർ. പക്ഷെ ദൈവം പറയുന്നു കള്ളസത്യം ചെയ്യരുത്. അപ്പോൾ ദൈവനാമത്തിന് നാം ഒന്ന് ചെയ്യാമെന്ന് സത്യം ചെയ്താൽ നിർബന്ധമായിട്ടും അത് നിവർത്തിക്കണമെന്ന് ദൈവം യേശു ക്രിസ്തു പറയുകയാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുകയാണ്, സ്വർഗത്തെ കൊണ്ട് നീ സത്യം ചെയ്യരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാകുന്നു. ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠമാണ്. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. ഇങ്ങനെ നിൻ്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്. ചിലപ്പോൾ ചിലർ നമുക്കറിയാം പെട്ടെന്ന് തലയിൽ കൈയ്യടി വെച്ച് പറയും സത്യം എന്ന് പറയും. അപ്പോൾ തലയിലടിച്ച് സത്യം ചെയ്ത് എല്ലാവരും വിശ്വസിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ദൈവം ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരു സത്യം ചെയ്യരുത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലെ ഒരു രോമത്തെ വെളുപ്പിപ്പാനോ വെളുത്ത രോമത്തിനെ കറുപ്പിപ്പാനോ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല. ആയതുകൊണ്ട് ശിരസിനെ കൊണ്ടും സത്യം ചെയ്യരുതെന്ന് പറയുന്നു. ആയതുകൊണ്ട് കർത്താവിൻ്റെ പ്രിയ ദൈവമക്കളെ, നാം വാക്കുകൾ പറയുമ്പോൾ ഉള്ളത് ഉള്ളതായിട്ടും ഇല്ലാത്തത് ഇല്ല എന്നും പറയണം. കള്ളം പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് പറഞ്ഞ് തിരുത്തി വെച്ചാൽ ദൈവത്തിന് അത് ഒട്ടും ഇഷ്ടമില്ല എന്ന് നാം മനസ്സിലാക്കണം. തൊടുന്നതിനും പിടിക്കുന്നതിനും ചെറിയ കാര്യത്തിനായാലും നിസ്സാര കാര്യത്തിനും സത്യമാണ് എന്നൊരു വാക്ക് നമ്മൾ കള്ളസത്യം പറയുമ്പോൾ അതെല്ലാം ദൈവസന്നിധിയിൽ കുറ്റമായിട്ട് നാം ഓർമ്മയുടെ പുസ്തകത്തിൽ ഇരിക്കും എന്നുള്ള കാര്യം നാം മറന്നു കളയരുത്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിൽ കള്ളം വരാതെ, കള്ളസത്യം ചെയ്യാതെയും കള്ളം പറയാതെയും കർത്താവ് കാത്തു സൂക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നിൻ്റെ രാജ്യത്തിൽ വരുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കലും കള്ളസത്യം വരുവാനോ കള്ളം പറയുവാനോ ഇടയാക്കരുത്. ഞങ്ങളുടെ നാവുകളെയും മനസ്സുകളെയും വാക്കുകളെയും അങ്ങ് നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും പറവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിപ്പാൻ നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതുവരെയും ചെയ്തു വന്ന സകലവിധ തെറ്റുകുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് നിൻ്റെ രാജ്യത്തിന് നേരായി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.